നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സ്വന്തം പ്രവർത്തകനെ കൊല്ലാൻ PFI മൊഡ്യൂളുകൾ രംഗത്ത്. ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫിനെ ഉടൻ കൊലപ്പെടുത്താൻ ഇസ്ലാമിക ഭീകരന്മാരുടെ രഹസ്യ നീക്കം. ക്രൂരമായി കൊന്ന് RSS BJP-ക്കാരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ അണിയറയിൽ നീക്കം. വൻ ഗൂഢാലോചനയുടെ ചുരുളുകൾ കർമ്മ ന്യൂസ് അഴിച്ചു വാർത്താ രൂപത്തിൽ സമൂഹത്തിലേക്ക് നൽകുന്നു. പോപ്പുലർ ഫ്രണ്ട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ റൌഫ് ഷെരീഫിന്റെ ജീവന് ഭീഷണി. ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് അഞ്ചൽ സ്വദേശി റൌഫ് ഷെരീഫിന്റെ ജീവന് ഭീഷണിയെന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഗൾഫ് പണമിടപാട് രഹസ്യങ്ങൾ ED NIA അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി ഒറ്റുകാരനായ റൌഫിന് ഭീഷണി സ്വന്തം സംഘടനയിൽ നിന്ന് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ അടിവേരിളക്കിയ പല വിവരങ്ങളും NIAക്ക് പങ്കുവച്ചത് അഞ്ചലുകാരനായ ഈ റൌഫായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് വിദേശത്തു നിന്നും പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയ ഫണ്ട് ഈ റൌഫ് ഷെരീഫ് എണ്ണി പറഞ്ഞു. റൌഫ് ഇപ്പോൾ ജാമ്യത്തിലാണ്. മാപ്പുസാക്ഷി എന്നും വിവരമുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ തടസ്സമായതും ഒറ്റുകാരനുമായ റൌഫ് ഷെരീഫിനെ കൊല്ലാൻ ISIS പാകിസ്ഥാൻ മൊഡ്യൂളുകൾക്ക് ഇന്ത്യൻ ഭീകരന്മാർ നിർദ്ദേശം നൽകി. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയവർ അഞ്ചലിലെത്തി ഇയാളെ കൊന്ന ശേഷം രാജ്യം വിടാനാണ് പദ്ധതി. റൌഫ് ഷെരീഫ് എന്ന ഭീകരകേസ് പ്രതിയുടെ ജീവൻ രക്ഷിക്കാൻ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇയാളുടെ അഞ്ചലിലെ വീടിലടക്കം സംരക്ഷണം നൽകുന്നു. ഹത്രാസിൽ കലാപമുണ്ടാക്കാൻ സിദ്ദിഖ് കാപ്പൻ സംഘത്തിൽപ്പെട്ട അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും പെട്രോൾ ബോംബുകൾ തയ്യാറാക്കാൻ ഹത്രാസിലേക്ക് പോയെന്ന UP പോലീസിന് മൊഴി നൽകിയതും റൌഫാണ്. സിദ്ദിഖ് കാപ്പനും കൂട്ടരും പിടിയിലായപ്പോൾ പുറകിലെ വാഹനത്തിലുണ്ടായിരുന്ന ഹിറ്റ് സ്ഫോടകങ്ങളായ ബദറുദ്ദീനും ഫിറോസ് ഖാനും ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ഇവരെ പിന്നീട് UP ഭീകരവിരുദ്ധ സ്ക്വാഡ് സ്ഫോടക വസ്തുക്കളും തോക്കുകളും സഹിതം പിടികൂടുകയായിരുന്നു. ഗൾഫ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടു സമാഹരണത്തിൽ ഏർപ്പെട്ടിരുന്ന നൌഫൽ ഷെരീഫ്, മുഹമ്മദ് ഷെരീഫ്, മുഹമ്മദ് ഫൈസൽ ബഷീർ, റമീസ് എന്നിവരുടെ പേര് വിവരങ്ങൾ EDക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് റൌഫാണ്. ഖത്തറിൽ നിന്ന് മുഹമ്മദ് സമദും ദോഹയിൽ നിന്ന് റിസാഖും റൌഫിന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ കൈമാറിയതായി ED കണ്ടെത്തി. റിഹാബ് ഫൗണ്ടേഷൻ, ഗ്രീൻ വാലി അക്കാഡമി പദ്ധതികൾക്കെന്ന പേരിൽ പിരിച്ച ഫണ്ട് ഇന്ത്യയിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനായി പോപ്പുലർ ഫ്രണ്ട് ചെലവിട്ടിരുന്നു. റൌഫ് ഷെരീഫ് ഇക്കാര്യങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയായി നൽകിയത് പോപ്പുലർ ഫ്രണ്ടിന് തിരിച്ചടിയായി. താൻ കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തൻ്റെ ജീവന് ഭീഷണിയാകുമെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ കരഞ്ഞു പറഞ്ഞു റൌഫ്. കൂടുതൽ രഹസ്യങ്ങൾ റൌഫ് ഷെരീഫ് ചോർത്തിയിട്ടുണ്ടെന്നാണ് PFI നേതാക്കൾ കരുതുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹവാല ഇടപാടുകൾ EDയും NIAയും കണ്ടെത്തിയത് റൌഫിലൂടെയാണെന്നും സംശയമുണ്ട്. ലക്നൌ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ റൌഫ് അഞ്ചലിൽ തിരിച്ചെത്തിയെങ്കിലും അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. അതിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ട് സ്ലീപ്പർ സെല്ലുകളിൽ നിന്ന് റൌഫിന് ഭീഷണിയുണ്ടെന്ന IB മുന്നറിയിപ്പ്.